അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ വഴികാട്ടി പ്രോഗ്രാമിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും സ്വാഗതമോതുകയാണ്. വ്യത്യസ്തമായിരിക്കുന്ന അതിഥികൾ നമ്മുടെ മുമ്പിൽ വന്നു പോയിട്ടുണ്ട്. പലരും പല അതിഥികളെയും സ്വീകരിച്ചുകൊണ്ട് അവരിൽ നിന്നുള്ള വാക്കുകളിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വ്യത്യസ്ത മേഖലകളിൽ എത്തിപ്പെട്ടവരുണ്ട്. വഴികാട്ടി പ്രോഗ്രാമിൻ്റെ ഉദ്ദേശവും അതുതന്നെയാണ്. തീർത്തും വ്യത്യസ്തനായ മറ്റൊരു അതിഥിയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ വഴികാട്ടി എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഇദ്ദേഹത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഒരു പൈലറ്റ് ആവുക എന്ന സ്വപ്നം മുന്നിൽ കണ്ടുകൊണ്ടത് യാഥാർത്ഥ്യമാകാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, എവിടെയൊക്കെ അതിൻ്റെ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്, എത്ര അതിൻ്റെ പ്രായപരിധി എത്രമാത്രമാണ് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായ രൂപത്തിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. ബഹുമാനനായ മുഹമ്മദ് സഫാദ് സാറിനെ നമ്മൾ വീണ്ടും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ അസ്സലാമു അലൈക്കും. നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഈ ഒരു വഴികാട്ടിയിൽ ഇപ്പം ഒരു പൈലറ്റ് ആകുന്നതിൻ്റെ സാധ്യതകളും കാര്യങ്ങളും വിശദീകരിക്കേണ്ടായി. നമ്മളത് അവസാനിപ്പിച്ചത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു ചെലവും കാര്യങ്ങളും എത്രത്തോളം വരും, അതിൻ്റെ കാലാവധി എത്രത്തോളം എങ്ങനെയെന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. നമുക്കിനിയിപ്പം രക്ഷിതാക്കളെക്കുറിച്ച് ഇപ്പം ശ്രോതാക്കളായിട്ടുള്ള ആളുകൾ മിക്കവാറും അവരുടേതായ കുറേ കൺസേണുകളുണ്ട് ഇതിൽ. അപ്പം ചിലവില്ലാതെ പഠിക്കാവുന്ന ഒരുപാട് കോഴ്സുകൾ നമ്മളെ കൂട്ടത്തിൽ ഇപ്പം നമുക്ക് ഒരു ഡോക്ടർ ആവുക എന്ന് പറയുമ്പോൾ തന്നെ അവൻ്റെ അല്ലെങ്കിൽ ആ രക്ഷിതാവിൻ്റെ മുമ്പിലുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ കോസ്റ്റ്, ഇതിൻ്റെ ചിലവ് തന്നെയാണ്. എന്നാൽ ചിലപ്പം എയ്സർ പോലുള്ള അല്ലെങ്കിൽ എയിംസ് പോലുള്ള പല സ്ഥാപനങ്ങളിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് അവർ കോസ്റ്റ് വളരെ കുറഞ്ഞ രൂപത്തിൽ പഠിക്കാനുള്ള അവസരമുണ്ട്, ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അത് ഒരുപാട് ചാനലുകളിലും അല്ലാതെയൊക്കെ നമുക്കതിൻ്റെ വാർത്തകൾ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഇതും അത്തരം ഒരു ഓപ്ഷനുള്ള മേഖലയാണോ എന്നറിയാൻ തീർച്ചയായിട്ടും നമ്മുടെ ശ്രോതാക്കൾക്ക് താല്പര്യമുണ്ട്. അഥവാ ഓപ്പണായിട്ട് ചോദിച്ചാൽ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണോ ഈ ഒരു പൈലറ്റ് ആവുക എന്ന ആ ഒരു സംഭവം? നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ ഏതൊരു കോഴ്സ് എടുക്കുകയാണെങ്കിലും അതിനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇത് പൈലറ്റ് ട്രെയിനിങ്ങിലാണെങ്കിലും അതുണ്ട്. പക്ഷെ അത് എത്രത്തോളം എഫക്റ്റീവ് ആവും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇപ്പം ND എക്സാം പാസ്സാവുന്ന ഒരു കുട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ എയർഫോഴ്സ് വഴി പൈലറ്റ് ആവാൻ വേണ്ടി പറ്റും. കാരണം എയർഫോഴ്സിൽ നമ്മൾ ഇത്ര സമയത്തേക്ക് നമ്മളത് വർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് റിട്ടയർഡ് ആവുന്ന സമയത്ത് നമുക്ക് കൊമേഴ്ഷ്യൽ എയർലൈൻസിൽ ജോയിൻ ചെയ്ത് അവിടെ നമുക്ക് ആ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പം ഒരുപാട് ഇപ്പം കൊമേഴ്ഷ്യൽ എയർലൈൻസിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പൈലറ്റ്സ് ഓൾറെഡി എയർഫോഴ്സിലൊക്കെ വർക്ക് ചെയ്തിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പം ഒരു എയർഫോഴ്സിൽ പോകുന്ന സമയത്തേക്ക് അതിനുള്ള ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ പാരാമീറ്റേഴ്സ് നമ്മൾ മീറ്റ് ചെയ്യണം. കാരണം ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ളൊരു ഫീൽഡാണ്. അതുകൊണ്ട് തന്നെ ND എക്സാം വഴി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബെറ്ററാണ്. ഇനി അതല്ല ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ അഫ്കാറ്റ് വഴി ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഫ്കാറ്റ് എക്സാം വഴി ഇതേപോലെ എയർഫോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഒരു കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ആണ് ആ ഒരു കുട്ടീൻ്റെ സ്വപ്നം എന്നുണ്ടെങ്കിൽ അതിലേക്ക് തന്നെ, കാരണം നമ്മൾ രണ്ടും എൻ്റെ ഡിഫറെൻറ്റ് ജോബാണ്, രണ്ടും പൈലറ്റ് ആണ് എന്നുണ്ടെങ്കിൽ പോലും നമ്മളെ അറ്റ്മോസ്ഫിയർ ആണെങ്കിലും നമ്മളെ സിറ്റുവേഷൻസ് ആണെങ്കിലൊക്കെ ഡിഫറെൻ്റ് ആണ്, നമ്മളെ പർപ്പസും ഡിഫറെൻ്റ് ആണ്. ചിലപ്പോൾ ലക്ഷറി ആഗ്രഹിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഭയങ്കര ഒരു പോഷേ എന്നുള്ള ഇതിൽ ചിന്തിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് അത്രത്തോളം ഈ ഒരു എയർഫോഴ്സ് എന്നുള്ളത് അത്രയും പോസിബിൾ ആവാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സിനാരിയോ കണക്കിലെടുത്തിട്ട് അതിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ND എക്സാം കാര്യങ്ങളൊക്കെ അപ്പിയർ ചെയ്യുക, അതിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ. പക്ഷെ പെട്ടെന്ന് നമുക്ക് കൊമേഴ്ഷ്യലിലേക്ക് വരാൻ പറ്റില്ല. കാരണം നമ്മളെ കംപ്ലീറ്റ് ചിലവ് ഗവൺമെൻറ്റാണ് ഏറ്റെടുക്കുക. ഫ്ലൈയിങ്ങിന് ഇത്രയും എക്സ്പെൻസ് വരുന്നുണ്ട്. അതൊക്കെ ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് കൊടുത്തിട്ട് ആ കുട്ടിയെ അവരെ നമ്മളെ എയർഫോഴ്സിന് വേണ്ടി നമ്മളെന്തായാലും അതിൽ കുറച്ച് കാലത്തേക്ക് നിൽക്കണം. എന്നിട്ട് മാത്രമേ നമുക്ക് ഈ കൊമേഴ്ഷ്യലിലേക്ക് വരാൻ വേണ്ടി പറ്റും. അഥവാ അതിലുള്ള പ്രയാസം എന്ന് പറഞ്ഞാൽ കാലാവധി പ്രശ്നമാണോ? അതോ കാലാവധി പ്രശ്നം ഉണ്ട്. അതേപോലെ തന്നെ ചിലപ്പം എന്താ പറയുക, ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ കുറച്ചുകൂടി ടൈറ്റ് ട്രെയിനിങ് ആയിരിക്കും. നമ്മൾ കൊമേഴ്ഷ്യൽ വരുന്ന പോലെ ആയിരിക്കില്ല. കാരണം ഒരുപാട് പാരാമീറ്റേഴ്സ് അവർക്ക് മീറ്റ് ചെയ്യേണ്ടതുണ്ടാവും. മാത്രമല്ല പെട്ടെന്ന് എളുപ്പത്തിൽ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റൂല. പക്ഷേ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു. അപ്പോൾ അതിന് ഇപ്പം ശ്രമിക്കുന്ന അല്ലെങ്കിൽ മെനക്കെടുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ എന്താ? ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു കൊമേഴ്ഷ്യലിലേക്ക് എത്താൻ വേണ്ടി ടൈം എടുക്കും എന്നുള്ളത് ആ ഒരു റിയാലിറ്റി ആദ്യം മനസ്സിലാക്കണം. പിന്നെ നമ്മളൊരു മിലിറ്ററിയിലേക്കാണ് പോകുന്നത്. സോ അതിൻ്റെ അവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളതും കൂടി നമ്മൾ ഉൾക്കൊള്ളണം. കാരണം ഇത് മാത്രം ലക്ഷ്യം മുന്നിൽ വെച്ച് പോകുന്നൊരു കുട്ടിക്ക് ചിലപ്പോൾ അത് അവിടെ അത്രത്തോളം പോസിബിൾ ആവാൻ ചാൻസ് കുറവാണ്. പക്ഷേ
കുഴപ്പമില്ല, രണ്ടും ഓക്കെ ആണെന്നുള്ള രീതിയിൽ നിൽക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. സാർ, ഇത് പിന്നെ കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡ് കേട്ടപ്പം പല രക്ഷിതാക്കളും പല രൂപത്തിലുള്ള ഫീഡ്ബാക്കുകൾ നമ്മളെ ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടപ്പം അവരുടെ സംശയങ്ങളും അവരുടെ ആധികളും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ പങ്കുവച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലൊരു ശ്രോതാവിൻ്റെ സംശയമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു പിന്നെ ചോദ്യമായിട്ട് നമുക്ക് കിട്ടിയ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരുപാട് കുട്ടികൾക്ക് പൈലറ്റ് ആകണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ഈ അവർ പറഞ്ഞു വെച്ചാൽ കോഴ്സ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്ന് എന്താണ് ഉറപ്പ്? ഇപ്പോൾ ഡോക്ടറാവുക അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു എഞ്ചിനീയർ ആവുക എന്ന് പറഞ്ഞാൽ അവനവൻ്റേതായിട്ടുള്ള മേഖല കണ്ടെത്താം. ഉദാഹരണം, ഒരു ക്ലിനിക്ക് തുടങ്ങാം ഒരു ഡോക്ടറിന്. ഒരു എഞ്ചിനീയർ ആണെങ്കിൽ അവൻ്റേതായിട്ടുള്ള ടീം ഉണ്ടാക്കിയ ടീം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ഇതൊരു പിന്നെ പൈലറ്റ് കോഴ്സ് പൂർത്തിയായ ഒരാൾ പിന്നെ അവന് സ്വന്തമായിട്ട് സംഭവം തുടങ്ങാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത് ജോലി കിട്ടുമോ കിട്ടൂലേ എന്നതിനെക്കുറിച്ചൊരു ആധി എന്തായാലും രക്ഷിതാവ് പങ്കുവച്ചിട്ടുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് നമുക്ക് പറയാം? നമ്മൾ ജോലി സാധ്യത എന്ന് പറയുന്ന സമയത്ത് ഏതൊരു കോഴ്സാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ അവിടെ കിടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു കുട്ടി പാഷനേറ്റ് ആണ്, ഐ മീൻ അവർ 100% അത് ഇഷ്ടത്തോട് കൂടിയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോലി കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നേരെ മറിച്ച് വേറെ ആരുടെയെങ്കിലും നിർബന്ധപ്രകാരം അവരതിലേക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എത്ര ജോലി സാധ്യത ഉണ്ടെങ്കിലും ജോലി കിട്ടാനുള്ള ചാൻസ് അവർക്ക് കുറവായിരിക്കും. അത് നമ്മൾ പൈലറ്റ് ട്രെയിനിങ് എന്നല്ല, ഏതൊരു മേഖല എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പം ഒരു കുട്ടി പാഷനേറ്റ് ആയിട്ട് ഇത് ഫോളോ ചെയ്ത് അവർക്ക് എന്താ പറയുക, കാരണം ഇനി ശരിക്കും നമ്മളെ മാർക്കറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏവിയേഷൻ മാർക്കറ്റ് അത്രയും ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി കേട്ടിട്ടുണ്ടായിരുന്നല്ലോ, നമ്മളെ ഇടുക്കിയിൽ ഐ മീൻ കൊച്ചിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് ഇടുക്കി നമ്മളെ ഇവിടെ ഡാമിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ആംഫിബിയൻ എയർക്രാഫ്റ്റ്. അപ്പം ടൂറിസം മേഖല എടുത്തു നോക്കുകയാണെങ്കിലും നമ്മളെയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൈറ്റ് യാത്രക്ക് ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ ഇവിടുന്ന് ചെന്നൈ അല്ലെങ്കിൽ ഡൽഹി ഒക്കെ പോകാവുന്ന ഒരു ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു. ഇപ്പം അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നമുക്ക് അത്രയും ചീപ്പാണ്, പെട്ടെന്ന് എത്തിപ്പെടാനും പറ്റും. കാരണം ബാംഗ്ലൂർ ഇപ്പം കാലിക്കറ്റിൽ നിന്ന് ബാംഗ്ലൂർ പോകുന്ന ഒരാൾക്കാണെങ്കിൽ ബസ്സിൽ ചുരുങ്ങിയത് ഒരു 8 മണിക്കൂർ യാത്ര ചെയ്യണം. ഒരു 1,500 രൂപയുടെ ടിക്കറ്റ് വരും. പക്ഷെ നമ്മൾ കാലിക്കറ്റിൽ നിന്ന് ഡെയിലി ബാംഗ്ലൂരിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട്, തിരിച്ച് റിട്ടേണും ഉണ്ട്. ഏകദേശം 2000-നുള്ളിൽ നമുക്ക് ആ എക്സ്പെൻസ് വരുന്നുള്ളൂ. നേരത്തെ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സമയം ചുരുങ്ങി ഒരു 1 hour കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ആൾട്ടർനേറ്റീവായിട്ട് ഫ്ലൈറ്റ് യാത്ര എന്നുള്ളത് ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലി സാധ്യതൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരുപാട് പുതിയ എയർക്രാഫ്റ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട് പല എയർലൈൻസും. പുതിയ എയർലൈൻസ് വരുന്നുണ്ട്. ഇപ്പോൾ എയർ കേരള റീസെൻ്റ്ലി ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും താഴത്തേക്ക് പോകുന്നതല്ല ഇതിൻ്റെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. ഏവിയേഷൻ ഇൻഡസ്ട്രി ഏത് കാലത്തേക്കാണ്, കാരണം 100 വർഷമായി ഈ ഫീൽഡ് ഉണ്ട്. റൈറ്റ് ബ്രദേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് ഇത്രയും വർഷങ്ങളായിട്ട് അത്രയും എയർലൈൻസും അത്രയും എയർക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അഥവാ നമ്മൾ ഇന്ത്യയിൽ തന്നെ വെച്ച് നോക്കുമ്പോൾ വ്യത്യസ്ത കമ്പനികൾ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല കമ്പനീസും അഡ്വാൻസ് ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ എയർക്രാഫ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് എംപ്ലോയീസ്, കാരണം ഒരു ഫ്ലൈറ്റിന് നമുക്ക് ഇത്ര നമ്പർ ഓഫ് പൈലറ്റ്സും ഇത്ര നമ്പർ ഓഫ് ക്യാബിൻ ക്രൂസ് വേണം എന്നുണ്ട്. അപ്പം ഓരോ വർഷം കഴിയുന്ന സമയത്തേക്കും ഇതിലുള്ള പല ആൾക്കാരും റിട്ടയർഡ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത്രയും തന്നെ ആൾക്കാർ പാസ് ഔട്ട് ആയി വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ റേഷ്യോ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോബ് സാധ്യതകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് എയർലൈൻസ് ഇപ്പോൾ റീസെൻ്റ്ലി ഇൻ്റർവ്യൂ വിളിച്ചിട്ടുണ്ട്. നല്ല പാക്കേജുമാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ എന്താ പറയുക ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് അവർ ആ ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ പാക്കേജിനെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ് പലപ്പോഴും നമ്മളിങ്ങനെ കേട്ട് പരിചയമുള്ള ഒരു വിഷയം, ഇപ്പം മറ്റുള്ള എംപ്ലോയീസ് ഇനി ആരാവട്ടെ അവർക്ക് കിട്ടാത്ത ഒരു സൗകര്യവും സാധ്യതകളും ഓഫേഴ്സും പൈലറ്റ്മാർക്കുണ്ട് എന്ന് കേൾക്കാറുണ്ട്. അതൊന്ന് പറയാൻ പറ്റുമോ? ഇപ്പം നമ്മൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അവരെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര ചെയ്യുക എന്നുള്ളതാണ്. ഏതൊരു മനുഷ്യനാണെങ്കിലും അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള, അതെ, പുതിയ അനുഭവങ്ങളും പുതിയ ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാനും തുടങ്ങിയ ഒരുപാട് ബെനിഫിറ്റ് യാത്രേനെ നമ്മൾ അറിവ് കൂടും. അപ്പം പൈലറ്റ് എന്നുള്ളതിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഡെസ്റ്റിനേഷൻസും കവർ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഇന്നിപ്പോൾ ഇന്ത്യയിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഒരുവിധം മേജർ സിറ്റീസൊക്കെ എയർപോർട്ട് വരുന്നുണ്ട്. നമുക്ക് കണക്ടിവിറ്റി എളുപ്പമാണ്. അതുകൊണ്ട് ഒരു ഇൻ്റർനാഷണൽ എയർലൈനിൽ വർക്ക് ചെയ്യുന്ന ഒരു പൈലറ്റിന് ഏകദേശം ഒരുവിധം ഏരിയാസൊക്കെ ആ ഒരു എയർലൈൻ സർവീസ് ചെയ്യുന്ന ഒരുവിധം ഏരിയാസൊക്കെ കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് അവരുടെ ചിലവിൽ അതായത് നമുക്ക് സാലറി കിട്ടും. നമുക്ക് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പം ഇയർലി നമുക്ക് ഫ്രീ ടിക്കറ്റ്സ് ഉണ്ട് നമുക്കും അതേപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനും. അപ്പം ആ എയർലൈൻസ് സർവീസ് ചെയ്യുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ഇവർക്ക് ഫ്രീ ടിക്കറ്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫാമിലീൻ്റെ കൂടെ ട്രാവൽ ചെയ്യാനും വേണ്ടി പറ്റും. പിന്നെ ഒരു മെയിൻ അട്രാക്റ്റീവ് പോയിൻ്റാണ് നമുക്ക് ലേ ഓവേഴ്സ്. അതായത് ഒരു ഫ്ലൈറ്റ് നമ്മൾ ലാൻഡ് ചെയ്ത് നമുക്ക് ആ ഒരു ഇപ്പം ഒരു നമ്മൾ ഇവിടുന്ന് കാലിക്കറ്റ് ദുബായിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഏറ്റവും 5 സ്റ്റാർ ഹോട്ടലായിരിക്കും അവർ സ്റ്റേ അറേഞ്ച് ചെയ്യാം. എയർലൈൻസ് അറേഞ്ച് ചെയ്യുന്നതാണ്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് അവരെ പിക്ക് ചെയ്ത് അവിടെ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് അടുത്ത ഫ്ലൈറ്റിൻ്റെ സമയത്തേക്ക് അവിടെ നിന്ന് പിക്ക് ചെയ്ത് ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്യുന്ന സമയം അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഫുഡ് 5 സ്റ്റാർ ഫെസിലിറ്റിയുള്ള ഫുഡാണെന്നുണ്ടെങ്കിലും സ്റ്റേ ആണെന്നുണ്ടെങ്കിലും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. കാലിക്കറ്റൊക്കെ പൊതുവേ താജ് ഹോട്ടൽ, അതേപോലെ തന്നെ നമ്മളെ റാവിസ്, ഇവിടേക്കാണ് കൂടുതലും എയർ ഇന്ത്യ ആണെങ്കിലും ഇൻഡിഗോ ആണെങ്കിലും ഇവരൊക്കെ പൈലറ്റ്സ് അവർ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ല ഫെസിലിറ്റിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ ഓഫീസ് വ്യൂ ആണ്. കാരണം വേൾഡിൽ തന്നെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക ഭംഗിയുള്ള ഓഫീസ് നമുക്ക് വേറെ ഇല്ല എന്നുള്ളത് തന്നെ അത് സത്യമാണ്. ഇപ്പം ഇത് കേൾക്കുമ്പോൾ തന്നെ പല ആളുകളും യാത്ര ചെയ്ത ആളുകൾക്കറിയാം, പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ലോകം വലിയൊരു ലോകത്തെ തീർച്ചയായിട്ടും അപ്പോൾ അവിടെ ഇരുന്ന് ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു സ്വപ്നതുല്യമായ ജോലിയാണ്. ഒപ്പം ഇത് കേട്ടപ്പം അഥവാ സ്വപ്നതുല്യമായ സ്വീകരണം അല്ലേ നമുക്ക് എവിടെ ലഭിക്കും എന്നുള്ളത് വലിയൊരു വിഷയം തന്നെയാണ്. അപ്പം എന്തായാലും പിന്നെ അതിൻ്റെ കൂടെ മറ്റൊരു വിഷയം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ റോട്ടിലൂടെ പോകുന്ന വാഹനങ്ങൾ അത് എത്രത്തോളം നമുക്ക് സേഫ്റ്റി ആണോ അല്ലേ എന്ന് വെച്ചാൽ അല്ല, ആണ്, രണ്ടും പറയാം. അതിനേക്കാൾ ഒരു ഭയാനകമായിരിക്കുന്ന അല്ലെങ്കിൽ പേടി ആശങ്കകളൊക്കെ ഉള്ള ഒരു യാത്രയാണല്ലോ ആകാശയാത്ര. തീർച്ചയായിട്ടും. കാരണം പിടുത്തല്ല. അപ്പം രക്ഷിതാക്കൾക്ക് മിക്കവാറും മക്കളൊക്കെ മിക്കവാറും പറയാറുണ്ട് എനിക്ക് പൈലറ്റ് ആവണം. ഇപ്പം ഫിനാൻഷ്യലി ബാക്കപ്പ് ഉള്ള ഒരാളാണെങ്കിൽ പോലും അവർക്കൊരു ഒരു ആകെയുള്ള ഒരു ആൺകുട്ടിയുള്ളൂ അല്ലെങ്കിൽ ആകെയുള്ള ഒരു കുട്ടിയുള്ളൂ എന്നൊക്കെ പറയുന്ന ആൾക്ക് അവന് പൈലറ്റ് ആവണമെന്നാണ് ആഗ്രഹം. ഇപ്പോൾ നമ്മളെ ഫീഡ്ബാക്കിൽ തന്നെ 2-3 രക്ഷിതാക്കൾ നമുക്ക് പങ്കുവച്ചിട്ടുണ്ട്. ഒന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ മോനെ പൈലറ്റ് ആക്കണമെന്ന് തന്നെയാണ് ഹസ്ബൻഡ് ഉദ്ദേശിക്കുന്നത്, അവർക്കത് പൂർത്തിയാക്കാനുള്ള ഭാഗ്യം അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ എന്നൊരു പ്രാർത്ഥനയുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് പൈലറ്റ് ആവണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞൊരു പിന്നെ ശ്രോതാവ് ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു കുട്ടിയുള്ള ഇനി ഒരു കുട്ടി ആവണമെന്നില്ല, ആ ഒരു കുട്ടിയുടെ സേഫ്റ്റി ആഗ്രഹിക്കുന്നവരാണല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഇതിൽ സംഭവിക്കുമോ? തീർച്ചയായിട്ടും ഈ ഒരു കൺസേൺ പാരൻസിനും നല്ല സ്റ്റുഡൻസിനും പൊതുവേ ഉണ്ടാകുന്നൊരു കാര്യം തന്നെയാണ്. നമുക്ക് കാരണം കുറച്ചൊരു എന്താ പറയുക സേഫ്റ്റി സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളിപ്പം റോഡിലൂടെ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഇപ്പോൾ എത്ര ആക്സിഡൻറ്റ്സ് നടക്കുന്നുണ്ട്. ബസ്സാണെങ്കിലും ലോറി ആണെങ്കിലും ബൈക്കിലൊക്കെ നമുക്ക് ഒരുപാട് ആക്സിഡൻറ്റ്സ് നമ്മുടെ മുമ്പിൽ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മളൊരു ഏവിയേഷൻ സെക്ടർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേൾക്കുന്നത് റയറായിരിക്കും. ഇപ്പോൾ റീസെൻ്റ്ലി കാലിക്കറ്റ് എയർപോർട്ടിൽ ആക്സിഡൻറ്റ് നടന്നിട്ട് 3 വർഷമായി. പിന്നെ എയർപോർട്ട് സ്റ്റാർട്ട് ചെയ്ത വർഷം മുതൽ 3 വർഷത്തിനിടയ്ക്ക് ഉണ്ടായൊരു മെയിൻ ഇൻസിഡൻ്റ് ആണ്. അതിനിടയ്ക്ക് കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് പോകുന്നതിലേക്ക് എത്ര റോഡ് ആക്സിഡൻറ്റ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ചിലപ്പം ഇന്നലെ ആണെങ്കിലും മിന്നാന്നാണെങ്കിലൊക്കെ. അപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏവിയേഷൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫെറ്റാലിറ്റി കുറച്ചും കൂടി കൂടുതലായിരിക്കും. കാരണം ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് മരണസംഖ്യ അത് ഹൈ ആയിരിക്കും, കൂടുതലായിരിക്കും. പക്ഷെ അതിനുള്ള ചാൻസസ് പറഞ്ഞാൽ വളരെ 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 കുറവാണ്. കാരണം ഈ DGC എന്ന് പറഞ്ഞാൽ അത്രയും സേഫ്റ്റി നോക്കാം. ഇപ്പം നമ്മൾ കാണുന്ന സേഫായിട്ടുള്ളൊരു ഏവിയേഷൻ ഇൻഡസ്ട്രി ഉണ്ടല്ലോ, അതിനു മുമ്പ് പല സമയത്തേക്കും പല ആക്സിഡൻസിൻ്റെയും കേസ് സ്റ്റഡീസ്, കാരണം എന്ത് കാരണം കൊണ്ടാണ് അങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചത്, കാരണം എന്ത് ടെക്നോളജിക്കൽ എററാണ്. കാരണം ഇപ്പം ഏവിയേഷൻ ആക്സിഡൻറ്റ്സ് ഏതെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് എന്ന് വെച്ചാൽ ഹ്യൂമൻ എററാണ്. നമുക്ക് ടെക്നോളജി അല്ല, ഹ്യൂമൻ എററാണ്. അപ്പം അത് എങ്ങനെ കുറച്ച് കൊണ്ടുവരാമെന്നുള്ള സ്റ്റഡീസാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്നാലും നമ്മളൊരു മൊത്തത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റോഡ് ആക്സിഡൻറ്റ്സോ അല്ലെങ്കിൽ നമ്മളെ ബോട്ടോ ഷിപ്പോ വേറെ ഏത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ പെർസെൻറ്റേജ് എന്നാണ് വളരെ 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 കുറവാണ്. അപ്പം സേഫ്റ്റി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ഇത് തള്ളേണ്ടതില്ല. കാരണം റോഡാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന കാറാണെങ്കിലും ബൈക്കാണെങ്കിലും ഇനി അതല്ല ഷിപ്പാണെങ്കിലും ബാക്കിയുള്ള ഏത് വാഹനങ്ങളാണെങ്കിലും എപ്പോഴാണിത് സംഭവിക്കുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ളതല്ലത്. അപ്പം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്ലൈറ്റ് ഉണ്ടാകുന്ന ഒരു ആക്സിഡൻറ്റ്, അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഇൻസിഡൻറ്റ് വളരെ കുറഞ്ഞത് തന്നെ പറഞ്ഞപ്പോഴാണ് നമുക്ക് ശരിക്കും അത് ബോധ്യപ്പെട്ടു. മറ്റുള്ള അപകടങ്ങളെ അപേക്ഷിച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അത് കുറവാണ്. അതുകൊണ്ട് ആ ഒരു ബേജാറ് അല്ലെങ്കിൽ ആ ഒരു പ്രയാസം ഇതിൽ വേണ്ടതില്ല എന്ന് തന്നെയാണ്. അത് കാരണം ഒരു കുട്ടിൻ്റെ സ്വപ്നം ഒരിക്കലും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. യെസ്. പിന്നെ ഈ ഒരു ജോലി തിരഞ്ഞെടുക്കാനുള്ള കാരണം
എന്തായാലും നമുക്ക് ഇതിൽ മുന്നിൽ വെക്കേണ്ടതുണ്ട്. കാരണം ഓരോ ജോലിക്കും ഇപ്പം പ്രത്യേകിച്ചും നമ്മുടെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ജീവിത സാഹചര്യം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെക്കുറിച്ച് തന്നെയായിരിക്കും. എന്തുതന്നെയാണെങ്കിൽ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഫുഡോ അല്ലെങ്കിൽ ഏതൊരു സംരംഭത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിലും പെട്ടെന്ന് പണക്കാരനാവാനോ അല്ലെങ്കിൽ നല്ലൊരു ശമ്പളം കിട്ടാനോ ഒക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഓരോ മിക്കവാറും ചിലതിൻ്റെയൊക്കെ തമ്പനയിൽ നമ്മൾ കാണുന്നത് നിങ്ങൾ പെട്ടെന്ന് ഇത്ര ഒരു മാസത്തിൽ ഇത്ര ശമ്പളം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെ ചെയ്തിട്ട് ചെറിയ പരിപാടികളായിരിക്കും. പിന്നെ അതിലെത്തിപ്പെടുമ്പം സ്വാഭാവികമായിട്ടും ഒന്നും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവും. പക്ഷേ ഇതൊരു പൈലറ്റ് ആവുക എന്നുള്ള ഒരു സ്വപ്നം മനസ്സിൽ വെച്ച് നടക്കുന്ന ഒരു കുട്ടിക്ക് എന്തായാലും അതിൻ്റെ സാലറിയെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റുള്ള സാധ്യതകളെക്കുറിച്ചൊക്കെ അറിയേണ്ടതുണ്ട്. ഇപ്പം നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ആ ഒരു എയർലൈൻസിന് എവിടെയൊക്കെ സാധ്യതകൾ അല്ലെങ്കിൽ എവിടെയൊക്കെ പോകേണ്ടതുണ്ടോ അവിടെയൊക്കെ സഞ്ചരിക്കാനുള്ളൊരു ഭാഗ്യം ഈ പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം കിട്ടും. എങ്കിൽ അവരുടെ സാലറിയെക്കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. സാലറി നമ്മൾ ഒരു പൊസിഷൻ അനുസരിച്ചാണ്. ഇപ്പം ജൂനിയർ ഫസ്റ്റ് ഓഫീസറാണ് നമ്മൾ ഫസ്റ്റ് ഒരു എയർലൈനിലേക്ക് ലൈൻ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ എയർലൈനിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്തേക്ക് വരുന്നത്. സോ ആ സമയം മുതൽ നമുക്ക് ഏകദേശം 1 lakh സ്റ്റാർട്ടിങ് സാലറി വരുന്നുണ്ട്. സ്റ്റാർട്ടിങ് 1 lakh ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് ജോയിൻ ചെയ്യുന്ന സമയത്ത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താ പറയുക ഫസ്റ്റ് ഓഫീസർ ആവും, സീനിയർ ഫസ്റ്റ് ഓഫീസർ, അതേപോലെ തന്നെ ക്യാപ്റ്റൻ തുടങ്ങിയ ഒരുപാട് ഇത് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലൈൻ ട്രെയിനിങ് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക ടെസ്റ്റ് പൈലറ്റ് എന്നുള്ള രീതിയിലേക്കൊക്കെ ഒരുപാട് എന്താ പറയുക അത് തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല ജോബ് ടൈറ്റിൽസ് വരുന്നുണ്ട്. അതിപ്പം ഈ ജൂനിയറായിട്ട് വന്ന ഒരാൾ അയാൾക്ക് എത്തിപ്പെടാൻ പോകുന്നൊരു മേഖലയാണോ പിന്നെ ഈ പൈലറ്റ് അല്ലെങ്കിൽ പൈലറ്റ് അല്ല ഈ ക്യാപ്റ്റൻ എന്ന പദവിയൊക്കെ? തീർച്ചയായിട്ടും നമുക്ക് ATPL കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ക്യാപ്റ്റൻ ഇതിലേക്ക് വരിക. ഏകദേശം 1500 ഹവേഴ്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഫ്ലൈയിങ് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ക്യാപ്റ്റൻസൊക്കെ ഇന്ത്യയിൽ വാങ്ങിക്കുന്ന സാലറി എന്ന് പറഞ്ഞാൽ 6 lakh അബോവ് വരുന്നുണ്ട് പെർ മന്ത്. അപ്പോൾ അവരുടെ പഠന സമയത്ത് ചിലവഴിച്ച സംഖ്യ വെച്ച് നോക്കുമ്പോൾ സാലറിയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതൊരു സംഖ്യ അല്ല ശരിക്കത്തില്ലേ? അല്ല, നമുക്കത് പെട്ടെന്ന് തന്നെ കവറപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണ്, പക്ഷേ ഇതിൻ്റെ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ അത്രയുണ്ട്. കാരണം ഇതിൽ ഒരുപാട് എന്താ പറയുക നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ അത്ര എമൗണ്ട് കണ്ടെത്താൻ എല്ലാവർക്കും പറ്റിക്കോളന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കുറവ് ആൾക്കാർ ഇതിൽ നിൽക്കുന്നത്. നേരെ മറിച്ച് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മേഖല, എല്ലാവർക്കും ഫിനാൻഷ്യലി വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ നമുക്ക് ഒരുപാട് പൈലറ്റ്സിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ നാട്ടിലിപ്പം നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ പഞ്ചായത്ത് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറവാണ്. കാരണം ഒരു വൺ ഓഫ് ദ റീസൺ ഇതും കൂടിയാണ്. ഫിനാൻഷ്യലി നമുക്ക് അത്രയും പറ്റൂല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് നമുക്ക് ഫിനാൻഷ്യലി പറ്റുന്ന ഒരാളാണെങ്കിൽ പോലും ഇതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് ഗൈഡൻസ് കൊടുക്കാനൊരു പ്രോപ്പർ പ്രശ്നം അത് തന്നെയാണ്. അതാണ് മറ്റുള്ളതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അയൽവാസിയെ നോക്കിയാൽ ആ പഞ്ചായത്തിൽ നോക്കിയാൽ ഒരു 10-15 ഡോക്ടേഴ്സ് ഉണ്ടാവാം, എഞ്ചിനീയേഴ്സ് ഉണ്ടാവാം, പക്ഷെ പൈലറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഗൈഡൻസ് കൊടുക്കുന്ന അതിൻ്റെ ഒരു അപര്യാപ്തത നന്നായിട്ടുണ്ട്. ഇപ്പം ഫിനാൻഷ്യലി ബാക്കപ്പ് ഉള്ള ഒരാളാണെങ്കിൽ പോലും അതിലേക്ക് ചിലപ്പോൾ ഒരു അവയർനെസ് കിട്ടിയിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും. അപ്പം അത്തരം ആളുകൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു ഓപ്ഷനാണിത് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് യൂട്യൂബിലാണെങ്കിലും അതേപോലെ തന്നെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാംസിലൊക്കെ ഒരുപാട് പൈലറ്റ്സ് ഉണ്ട്. അവരൊക്കെ നല്ല ഗൈഡൻസ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. മിസ്ലീഡിങ് ചെയ്യുന്ന ഒരുപാട് നമുക്ക് ശ്രദ്ധിക്കണം. ശരിക്കും പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് അറിയുന്നിടത്തോളം ആൾക്കാരോട് ചോദിക്കാനും എൻക്വയറീസ് നമ്മളിത് കൺഫേം ആക്കാനൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. പിന്നെ പഠിച്ചിറങ്ങി വർക്ക് ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ കുറച്ചുകൂടി ട്രസ്റ്റ്ഫുൾ ആണ്. കാരണം അവരൊരു പ്രൊഫഷനിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവരൊരിക്കലും അതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരാണ് കൂടുതൽ മിസ്ലീഡ് ചെയ്യുക. അറിയുന്ന ഒരാൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഒരു ബെസ്റ്റ് ഒരു കറക്റ്റ് പറഞ്ഞു കൊടുക്കും. ആ ഒരു ത്രൂ നമുക്ക് പോയാൽ മതി. കൂട്ടത്തിൽ ഇപ്പം പൈലറ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഒരു ആൺകുട്ടിയുടെ പുരുഷൻ്റെ ചിത്രമാണ് നമുക്ക് മിക്കവാറും വരിക. സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് ഇതിൽ എന്തെങ്കിലും പോരായ്മകൾ പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ മനസ്സിലായത്? നമുക്ക് ഗേൾസിന് പൊതുവേ ഇപ്പം നമുക്ക് ഒരു ആൺകുട്ടി പെൺകുട്ടി എന്നുള്ളൊരു ഡിഫറൻസ് ശരിക്കും അങ്ങനെ ഇതിൽ വരുന്നില്ല ഈ ഒരു കാറ്റഗറിയിൽ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം മെറ്റേണിറ്റി ലീവ് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പ്രഗ്നൻസി സമയത്ത് അങ്ങനത്തെ ഉള്ള സമയത്തേക്ക് എയർലൈൻസ് അതിനുള്ള ലീവും കാര്യങ്ങളൊക്കെ അനുവദിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ദുബായിൽ നോക്കുക അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് വുമൺ പൈലറ്റ്സ് വരുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നമുക്ക് വുമൻസ് ഡേയിൽ എയർ ഇന്ത്യയിൽ തന്നെ എല്ലാ ഫ്ലൈറ്റ്സും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു നമുക്കെന്താ പറയുക പണ്ടത്തെ പോലെ ഒരുപാട് ഗേൾസ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. പണ്ട് ക്യാബിൻ ക്രൂ മാത്രമായിരുന്നു അവർ എയർലൈനിൽ നിന്ന് കാണുന്ന സമയത്ത് അവർ സ്വപ്നം. പക്ഷെ ഇന്ന് പൈലറ്റ് ട്രെയിനിങ്ങിലേക്ക്
വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ അതിൻ്റെ ഒരു ഡിഫറൻസിയേഷൻ കറക്റ്റ് അങ്ങനെ വരുന്നില്ല. പിന്നെ നമുക്ക് ഈ ഒരു മെഡിക്കൽ ലീവുകൾ മാത്രമേ ഒരു കൺസേൺ ആയിട്ട് വരുന്നുള്ളൂ. അതിൽ എയർലൈൻസ് അതിനനുസരിച്ചുള്ള ഒരു പാക്കേജും കാര്യങ്ങളോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു സിസ്റ്റം അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല വരുന്നില്ല. അതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ട മറ്റൊരു വിഷയമുണ്ട്. ഇപ്പോൾ പെൺകുട്ടികളെന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഇസ്ലാമികമായൊരു ചുറ്റുപാടും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ പല ജോലികളും അവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അവിടുത്തെ വേഷവിധാനങ്ങൾ, അതുപോലെ തന്നെ മിംഗ്ലിങ് പ്രശ്നങ്ങൾ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് അത്ര തന്നെ മതപരമായി നോക്കുമ്പോൾ സേഫ് അല്ല. അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ? ഇപ്പോൾ നമുക്ക് ചില എയർലൈൻസിൽ ലിക്വർ പ്രൊവൈഡ് ചെയ്യുന്ന എയർലൈൻസ് ഉണ്ട്. നമുക്ക് അങ്ങനത്തതൊക്കെ മാറ്റി നിർത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഡ്രസ്സിങ്ങിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് താടി വെക്കുന്നതിനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം നമുക്ക് എന്താ പറയുക ഇതുണ്ടാവില്ല, കവർ ചെയ്യുന്നതിനൊന്നും ബുദ്ധിമുട്ടുകളില്ല. അത് എന്താ പറയുക എയർലൈൻസിൻ്റെ പോളിസി അനുസരിച്ചാണ്. ഇപ്പം പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലുള്ള എയർലൈൻസ് ആണെന്നുണ്ടെങ്കിൽ അവരിതിന് കുറച്ചും കൂടി ഒരുപാട് ആൾട്ടർനേറ്റീവ് വേസ് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇന്ത്യയിലാവുന്ന സമയത്തേക്ക് ചില എയർലൈൻസിൽ ഈ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് യൂണിഫോമിൻ്റെ കാര്യത്തിലൊക്കെയാണ്. പക്ഷേ പൊതുവേ നമുക്ക് ഇപ്പം ദുബായ് അല്ലെങ്കിൽ അവിടെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള എയർലൈൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഒരുപാട് നമ്മളെ ദീനിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാതെ. അതും ഒരു കൺസേൺ ആയിട്ട്. പിന്നെ എയർ ഹോസ്റ്റസ് അല്ലെങ്കിൽ ക്യാബിൻ ക്രൂ ആവുന്ന സമയത്താണ് ഈ പ്രശ്നം വരിക. കാരണം നമുക്ക് ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു പാറ്റേൺ ഉണ്ട്, അതിലാണ് നമുക്ക് ഈ ഒരു പ്രശ്നം വരിക. അല്ലാത്ത നമുക്ക് പൈലറ്റ് ട്രെയിനിങ് ആണെന്നുണ്ടെങ്കിൽ അതിലൊന്നും വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നില്ല. എന്തായാലും 2 എപ്പിസോഡുകളിൽ പൈലറ്റ് ആവുക എന്ന ആ ഒരു സ്വപ്നവുമായി അല്ലെങ്കിൽ ഒരു കരിയർ അന്വേഷിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച്, ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് വളരെ വലിയ വിശാലമായ വൈഡായിട്ടുള്ള അറിവുകളാണ് 2 വഴികാട്ടി എപ്പിസോഡുകളിൽ ബഹുമാനനായ മുഹമ്മദ് സഫ സാറിൽ നിന്നും ശ്രോതാക്കൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി കൂടുതൽ അന്വേഷണങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. എന്തായാലും പീസ് റേഡിയോ വഴികാട്ടിയിലോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകളിലോ നമുക്ക് വീണ്ടും ഇൻഷാ അല്ലാഹ് സംവദിക്കാം. ഇത്രയും നമ്മുടെ ശ്രോതാക്കൾക്ക് ഇങ്ങനെയുള്ളൊരു വിജ്ഞാനപ്രദമായ ഒരു വഴി കാണിച്ചു കൊടുക്കാനുള്ള വഴികാട്ടി പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് ഏറ്റവും നന്ദി അറിയിക്കുകയാണ്. പീസ് റേഡിയോ ശ്രോതാക്കളുടെ നന്ദി അറിയിക്കുന്നു, അതോടൊപ്പം തന്നെ സ്റ്റാഫിന് നന്ദി അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അള്ളാഹു താങ്കളുടെ ഈ ഒരു പരിശ്രമം സമൂഹത്തിന് വേണ്ടി, അതോടൊപ്പം തന്നെ തൻ്റെ പിൻഗാമികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു പ്രയത്നം അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ സമയ ക്രമീകരണം ഉള്ളതുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമായതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.